അതുപോലെ തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണൻ ഇതുവരെ വാങ്ങിയ 143.5 കോടി രൂപ എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പ്രതിയുടെ 21 അക്കൗണ്ടുകളിൽ പണം വന്നു. സംസ്ഥാനത്ത് 20,163 പേരിൽ നിന്ന് 60,000 രൂപ വീതം വാങ്ങിയതും ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. ഈ കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേർന്നു. ശ്യാം, ഈ രേഖകളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുകൂടി അതിൽ പറയുന്നുണ്ടല്ലേ? ഹാഷ്മി, തീർച്ചയായും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യൻ കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ്, പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിലാണ് പ്രതി നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ കോടതിക്ക് മുൻപാകെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിയുടെ 21 അക്കൗണ്ടുകളിലൂടെ ഇതുവരെ 143.5 കോടി രൂപ പ്രതി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനു പുറമെ പ്രതി വിവിധ രേഖകൾ പ്രതിയും പ്രതിയുടെ കൂട്ടാളികളും ചേർന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതെല്ലാം കേസന്വേഷണത്തിൽ വളരെ അത്യാവശ്യമായതിനാൽ കണ്ടെത്തേണ്ടതുണ്ട്. പ്രതിയുടെ സീസ് ചെയ്ത സ്ഥാപനങ്ങളിൽ പ്രതിയുടെ സാന്നിധ്യത്തിൽ തന്നെ വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് എന്നീ കാര്യങ്ങളും കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് 20,163 പേരിൽ നിന്നാണ് പ്രതിയും ഈ 21 അക്കൗണ്ടുകളിലൂടെ 60,000 രൂപ വാങ്ങിയത്. 4,000-ലധികം പേരിൽ നിന്ന് 56,000 രൂപ വീതം വാങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിലാണ് പ്രതിയെ കസ്റ്റഡി അപേക്ഷ ചോദിച്ചത്. പക്ഷേ കോടതി നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ ദീർഘദിവസം ചോദ്യം ചെയ്തതിനാൽ പ്രതിയെ 2 ദിവസത്തെ കസ്റ്റഡിക്കാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് കൂടുതൽ ദിവസം ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ കോടതി ഇത് നിരസിക്കുകയായിരുന്നു. ഏതായാലും പ്രതിയെ ഇന്ന് തന്നെ കൊച്ചിയിൽ കൊണ്ടുവരികയും പ്രതിയുടെ സ്ഥാപനങ്ങളിലടക്കം ഒരുപക്ഷെ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം 2 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് പ്രതിയെ കോടതി വിട്ടു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും പ്രതിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനുമായിരിക്കും ക്രൈംബ്രാഞ്ച് ശ്രമിക്കുക. ഹാഷ്മി, ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.